എല്ലാ ടൈപ്പ് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി, പത്തിരി, പൊറോട്ട, ഇടിയപ്പം അതുപോലുള്ളതിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചിക്കൻ ചുക്ക. നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നേർമയായിട്ട് തന്നെ കട്ട് ചെയ്യണം, കാരണം നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യൂലേ, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത്, കാരണം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിട്ടാണ് ഇത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇവിടെ ഫ്രൈ ആവട്ടെ. ഈ സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നല്ല കഴുകിയതിന് ശേഷം വാരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സവാള ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ ഇതൊക്കെ ഈ ടൈപ്പുള്ള പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഓവർ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം സൈസ് നമ്മൾ കറിയിലേക്കൊക്കെ എടുക്കില്ല, അതുപോലത്തെ ഒരു പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതലും കുറവും ചേർത്ത് കൊടുക്കാം. അളവാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷനിലാണ് എന്നുള്ളത്. നമുക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 3/4 ടീസ്പൂൺ കറി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി പൗഡർ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയ കറി പൗഡറാണ്. ഗരം മസാല പൗഡറൊക്കെ അത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കാണാത്തവർ കാണാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മുടെ ഈ ചിക്കൻ ചുക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എല്ലാം നമ്മൾ ഇതിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ഈ സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കോരിയെടുക്കുന്നത് കാണിക്കാൻ മറന്നുപോയി. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരുണ്ട്, അത് മതിയാകും. ഇനി അതിൽ കൂടുതൽ പുളി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ്. നല്ല പ്യുവർ ഗീ തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഗീ തന്നെയാണ്. ഇത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്ത ആ പാനിൽ അതേ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ ബാക്കിയുണ്ട്, വെളിച്ചെണ്ണ. അതൊന്ന് ഞാൻ ചൂടാക്കുന്നുണ്ട്. ചൂട് ശരിക്കും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ചൂടെത്തുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുടരെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ചിക്കനിലേക്ക് ചൂടെത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും, കാരണം നമ്മളിത് വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ചൂടെത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും ചൂടെത്തിയതിന് ബോധ്യപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക.
അതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. കാരണം അത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറച്ചൊരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് കുറച്ച് കുറവാണ്. ഇതിൽ ഇനിയും വെള്ളം കിനിഞ്ഞു വരും. അപ്പോൾ ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കുകയും വേണം. കാരണം ചിലർക്ക് ആ ഗ്രേവിയോട് കൂടിയാണ് ചിക്കൻ ചുക്ക ഇഷ്ടം, ചിലർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് നല്ല ഇഷ്ടം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ആ ഗ്രേവിയോട് കൂടെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ റൈസിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ, അല്ലെങ്കിൽ നെയ്ച്ചോറോ അല്ലെങ്കിൽ പുലാവോ അതിൻ്റെയൊക്കെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് കഴിക്കുകയാണ് നല്ലത്, ആ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ചൊരു ഗ്രേവിയോട് കൂടെയാണെങ്കിൽ ഈ ഒരു സമയത്ത് സെർവ് ചെയ്യുന്നത് നല്ലത്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടാൻ എനിക്ക് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പോൾ സെർവ് ചെയ്യാം. ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പിലാണ് ഈ സമയത്ത് നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ വെറുതെ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. മല്ലിയിലൊന്നും ഇതിലേക്കൊരു എഫക്റ്റ് അല്ല. ആ കറിവേപ്പിലയുടെ ടേസ്റ്റാണ് നമുക്ക് മുന്തിച്ച് നിൽക്കേണ്ടത്. മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ ചുക്ക. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ് ഇത്. അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി.